ഹായ് എവ്രി വൺ, വെൽക്കം ടു nishtales. അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതാണ് ആ ബോട്ടിൽ ആർട്ട്. ഇതൊരു വൈൻ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈ റോസ് ഫ്ലവേഴ്സ് ആണ്. ഭയങ്കര എളുപ്പം ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഇപ്പം കാണാൻ നല്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അതിന്. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ ഇരുന്ന് ഒരു ചെറുതായിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തു. അപ്പം അവളുടെ ആർട്ടും ഞാൻ കാണിച്ചു തരാം. ഗ്രേസ്, ഹായ്, ഇതാണ് my bottle art. ഗ്രേസ് എങ്ങനെയാണ് ഇത് ചെയ്തത്? First I painted white, and then I put it some glue to stick these dry petals, and then I just glue them, and then we just rope the string around. അപ്പൊ ഇത് ഈ കാണുന്നതൊക്കെ ഇതിലുള്ള പെറ്റൽസ് ആണ്, ഡ്രൈ റോസ് പെറ്റൽസ് ആണ്. അപ്പൊ ഞാൻ ആർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവള് ഈ ബോട്ടിലില് ഗ്രേസ് ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇതിനൊരു സിമ്പിളായിട്ട് നല്ലൊരു ചെറിയൊരു ഭംഗി തോന്നി. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടും പെയറുണ്ട്, ഒരു അമ്മയും മോളും ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഞാൻ ഇത് കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വാം വാട്ടറിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ബോട്ടിൽ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ റെഡിയാണ്. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു ഡിസൈൻ ചെയ്യാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് അക്രിലിക് പെയിൻറ്റ്സ് ആണ്. അതെല്ലാ ആർട്ട് സ്റ്റോറിലും നമുക്കിത് കിട്ടും. ഇനി നമുക്കൊരു സ്പോഞ്ച് വേണം ഈ പെയിൻറ്റ് അടിക്കാനായിട്ട്. ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ട് ബോട്ടിലെടുത്തിട്ട് ഈ സ്പോഞ്ച് ഈ അക്രിലിക് പെയിൻറ്റിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിൽ വൈറ്റ് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 കോട്ട്സ് അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 3 കോട്ട്സ് അടിച്ചു കഴിഞ്ഞപ്പോഴും ഇതിനെനിക്കൊന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ്, അതായത് ഫുള്ളി കവറായി നല്ല സ്മൂത്ത് ആവണ വരെ നമ്മൾ കോട്ട് അടിക്കണം. ചിലപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ കളറിനെയും പിന്നെ അടിക്കുന്ന പെയിൻറ്റിനെയും അടിക്കുന്ന രീതിയെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ 4-5 ടൈംസ് നമുക്ക് കോട്ട്സ് അടിക്കേണ്ടി വരും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കോട്ട് അടിക്കുമ്പോഴും പ്രീവിയസ് കോട്ട് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത കോട്ട് അടിക്കുക. ഒരു പ്രാവശ്യം ഞാൻ കോട്ട് അടിച്ചപ്പോൾ അത്ര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് അല്ലാത്ത പോലെ നോക്കും. അത് എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ആ ഭാഗം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈ ആവാണ്ട് വീണ്ടും ഒരു കോട്ട് അടിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴും ഓരോ കോട്ട് അടിക്കുമ്പോഴും പ്രീവിയസ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോവില്ല, നല്ല പെർഫെക്റ്റ് ഫിനിഷിൽ വരികയും ചെയ്യും. ഇന്ന് നമ്മുടെ ഫ്ലവർ ആണല്ലോ തീം. റോസ് ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളുടെ റോസ് ഫ്ലവേഴ്സ് വീട്ടിലുണ്ടാകുന്ന റോസ് കളറോ യെല്ലോ ഫ്ലവേഴ്സോ വൈറ്റ് ഇതിന് കോൺട്രാസ്റ്റ് കളർ വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്ലവേഴ്സ് വെറുതെ അത് കട്ട് ചെയ്തിട്ട് ഗാർഡനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെറുതെ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിക്കോളും. ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുക്കാം. പിന്നെ ഇവിടെ 2-3 ഫ്ലവേഴ്സ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോട്ടിൽ കുറച്ച് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഈ ഫ്ലവേഴ്സിന് ആക്ച്വലി തണ്ട് വേണ്ടേ, എന്നാലല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ്, ഇതിന് ലെങ്ത്ത് കൂടുതലാണ്, ഇങ്ങനെ കറക്റ്റായിട്ട് അത് വരും. കണ്ടോ, ഈ പേപ്പർ ട്യൂബ്സ് കൊണ്ട് നമുക്ക് ഒത്തിരി ക്രാഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാഗസിനും ഒക്കെ വരുമ്പോൾ ഈ ട്യൂബ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഒത്തിരി പല രീതിയിലുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കാം. ഞാൻ പേപ്പർ ട്യൂബ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഒരു സ്റ്റിക്കും, അതായത് ഒരു കമ്പിയുടെ കഷ്ണവും എൻ്റെ അടുത്തുണ്ട്. നിങ്ങളുടെ അടുത്ത് കമ്പിയുടെ കഷ്ണം ഇല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ പേപ്പർ ഇതിൽ കൂടെ റോൾ ചെയ്യാം. അതായത് ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോവാം. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം കേട്ടോ. നല്ല മുറുക്കി റോൾ ചെയ്യണം. എന്നാൽ ആ ട്യൂബ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ അത് വണ്ണത്തിൽ വരും. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം. വേണ്ട തിക്നെസ് ആയി കഴിയുമ്പോൾ ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് കുറച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെയൊന്ന് റോൾ ചെയ്ത് അത് ഒട്ടിക്കാം. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പേപ്പർ ട്യൂബ്സ് ആയി ഉണ്ടോ. എന്നിട്ട് ഇതായി കമ്പി അങ്ങ് പുറത്തേക്ക് വലിച്ചെടുക്കാം. പിന്നെ ഈ ഇങ്ങനെ ഞെങ്ങി പോകുന്ന ഭാഗമല്ലേ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ അറ്റത്തും ഞെങ്ങി പോകുന്ന, അതായത് തിക്നെസ് ഇല്ലാത്ത ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നല്ല ഭംഗിയുള്ള പേപ്പർ ട്യൂബ്സ് കിട്ടി. കണ്ടോ? ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഗ്രീൻ കളറ് ഈ തണ്ടിന് കൊടുക്കാമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നി ആ ഗ്രീൻ കളർ ഒത്തിരി എടുത്ത് കാണിക്കുന്നു. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഒരു ഗോൾഡൻ കളറായിരിക്കും എലഗൻ്റ് ആയിരിക്കാം എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഗോൾഡൻ കളറാണ് ഈ പേപ്പർ ട്യൂബ്സിൽ പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് ഉണങ്ങട്ടെ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത അത് എഗെയിൻ അക്രിലിക് ഗോൾഡൻ കളറാണ്. ഇനി നമുക്ക് ഈ ബോട്ടിലിന് ഒരു ഗ്ലേസിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാർണിഷോ അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ക്ലിയർ ഗ്ലേസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. വെറുതെ ഇത് നേരത്തെ നമ്മൾ അക്രിലിക് പെയിൻറ്റ് തേച്ച പോലെ വെറുതെ ഒരു ചെറിയൊരു കോട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഗ്ലേസിങ് വേണമെന്നില്ലെങ്കിൽ നമുക്ക് വാർണിഷ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനൊരു മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഇത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഞാനിവിടെ ഇതിൽ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇച്ചിരി സെൻറ്ററിലുള്ളത് ഇച്ചിരി ചെറുതും രണ്ടിലും ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള 2 ഫ്ലവേഴ്സും ഇനിയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗൺ തീർന്നിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഓൾ പർപ്പസ് ആർട്ട് ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെൻറ്ററിലെ പീസ്, അപ്പോൾ ഞാൻ ഈ പൂവ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇതിനി വിട്ടു പോവില്ല. ഇവിടെ ഗ്ലൂ പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊട്ടിക്കാൻ പോവാം. ഓക്കെ, അതിന് മുന്നേ ഒരു ത്രെഡ് നമുക്ക് പിടിപ്പിക്കാം. എന്നിട്ട് ഈ 3 ഫ്ലവറും കൊണ്ട് നമുക്ക് ടൈ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട്, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്, ഇത് നമുക്ക് ഇവിടെ അങ്ങ് ഒട്ടിക്കാം. അപ്പം ഇവിടെ ഞാൻ ഗ്ലൂ വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മളിത് ഒട്ടിച്ചു. ഇനി ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സും ഒട്ടിക്കാം. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോ. എക്സ്ട്രാ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂടിപ്പ് വെച്ചിട്ട് അത് കളയാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇതൊന്ന് ടൈ ചെയ്യാം. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിത് കുറച്ച് എംപ്റ്റി ആയിട്ട് തോന്നുന്നു.
അപ്പോൾ ഞാൻ 2 ചെറിയ ഫ്ലവർ ആ 2 ഗ്യാപ്പിൽ ഒട്ടിക്കാൻ പോവാണ്. അവിടെ ഒന്ന് ഒട്ടിച്ചു. അപ്പം നമുക്കൊരു ഫിൽറ്റ് എഫക്റ്റ് വരുന്നില്ലേ. പിന്നെ ഇതും അവിടെയും നന്നായിട്ട് ഒട്ടിച്ചു. ഇനി ബോട്ടിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് കണ്ടോ, അവസാനം ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്ലൂ ചെയ്തിട്ട് അത് ഒട്ടിക്കണം അവസാനത്ത്, അല്ലെങ്കിൽ അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ കഴിഞ്ഞു. ഇതാണ് മൊത്തത്തിലുള്ള വർക്ക്. കണ്ടോ, ഇതിന് താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ലെയർ ത്രെഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫിനിഷാണ്. അമ്മേടെയും കിച്ചുവിന്റെയും വർക്ക് ഇഷ്ടപ്പെട്ട? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു.